എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മൊട്ടപ്പനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ അല്പസമയം അങ്ങനെ അമ്പരം നിൽക്കും. അതിനുശേഷം ബോധം കെട്ടി കിടക്കുന്ന അവന്റെ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അവൻ ആദ്യം അവന്റെ കയ്യിലുള്ള സെൻസുബീൻ അത് കയ്യിലെടുത്ത് മാർഷൽ ആർട്സ് മാനെ തട്ടി ഉണർത്തി ആൾക്ക് കൊടുക്കുകയാണ്. ആളാണെങ്കിൽ അത് കഴിച്ച് പതിയെ ഓക്കെ ആവും. അതിനുശേഷം വജീറ്റയ്ക്ക് നേരെ തിരിയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോഹാനും ബുൽമയും ഉണ്ടപ്പനും കുഞ്ഞും അവരെല്ലാവരും ഇപ്പൊ ബുൽമയുടെ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുൽമയുടെ അമ്മയാണെങ്കിൽ ഗോഹാനെയും ടീമിനെയും കാണേണ്ട താമസം അവർക്ക് നേരെ കൈയൊക്കെ വീശി കാണിക്കും. ഗോഹാനെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ഗോഹാൻ, നീ ഇപ്പോ ഒത്തിരി സുന്ദരനായിരിക്കുകയാണ്. നിന്റെ അച്ഛനെ പോലെ തന്നെ. ഇത്ര വേഗം നീ വലുതാവുമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പൊ നീ പോവാൻ പാടില്ല. നിനക്ക് വേണ്ടി അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി എത്രയും വേഗം തിരികെ വരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അകത്തേക്ക് പോകും. ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ വേണ്ട വേണ്ട, എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഒട്ടും സമയമില്ല. എത്രയും വേഗം എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. പക്ഷെ റോബിനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിനി ഭക്ഷണം കഴിക്കാതെ എവിടേക്ക് വരാൻ കഴിയില്ല. അതിന് ഗോഹാനാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് കുഴപ്പമില്ല, എന്റെ അച്ഛനെ കണ്ടതിന് ശേഷം ഇവിടേക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ അവന്റെ അച്ഛനെ ലക്ഷ്യമാക്കി പറന്നു പോവാണ്. ഗോഹാന് ബുൽമയുടെ അമ്മയെ ഒത്തിരി ഇഷ്ടാവും. ശരിക്കും പറഞ്ഞാൽ ബുൽമയുടെ അമ്മ അവര് വളരെയധികം സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. ബുൽമയെ പോലൊന്നും അല്ല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ സെൻസുബീൻ കഴിച്ച് നോർമലായി ചാടി എഴുന്നേക്കും. ഓ നോ, നീ എന്താ ഈ പറയണേ? അവർക്ക് ഈ സെൻസുബീൻ പയറിനെ കുറിച്ച് അറിയാമെന്നാണോ നീ പറയുന്നതെന്ന് പിക്കലോ ഇപ്പൊ മൊട്ടപ്പനോട് ചോദിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവര് നമ്മളെ കൊല്ലാതെ വിട്ടത്? അവരുടെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്ന് കാണിക്കാനായിരിക്കോ അവർ നമ്മളെ കൊല്ലാതെ പോയത്? അത് കേട്ട് ഇപ്പൊ വജീറ്റയ്ക്ക് കൺട്രോൾ പോകും. ആണെങ്കിൽ ഞൊട്ടിയടയിൽ ഇപ്പൊ അവരെ ലക്ഷ്യമാക്കി വീണ്ടും അവിടേക്ക് പോവാണ്. അവന്റെ തൊട്ട് പിന്നാലെ പോവാൻ ശ്രമിച്ച ആ സൂപ്പർ ഹീറോ പയ്യനെ പിക്കലോ തടയും. ഒരു കാരണവശാലും നീ അവന്റെ പിന്നാലെ പോയി നിന്റെ ലൈഫ് ഫേസ് ചെയ്യാൻ പാടില്ല. അവൻ ആക്ച്വലി നമ്മുടെ ഗ്രഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനോ സയാൻ വംശത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും അല്ല ആഗ്രഹിക്കുന്നത്. അവന് സയാൻ വംശത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഹീറോ ആയി മാറണം. അതിനുവേണ്ടി മാത്രമാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അവനല്ലാതെ ആരോടും യാതൊരു തരത്തിലുള്ള സ്നേഹമോ ഇഷ്ടമോ ആത്മാർത്ഥതയോ ഒന്നും തന്നെ ഇല്ല. എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അവരിതെല്ലാം ചെയ്യുന്നതെന്ന് പറയും. അത് കേട്ട് സൂപ്പർ ഹീറോ ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ താഴ്ത്തി നിൽക്കും. എല്ലാവരുടെയും പവർ ഒരുമിച്ച് കൊടുത്തിട്ടും അവരെ തോൽപ്പിക്കാനായില്ല. നമ്മൾ ശരിക്കും വലിയ ഫെയിലിയേഴ്സ് ആയി പോയി. മൊട്ടപ്പനാണെങ്കിൽ ഒത്തിരി വിഷമത്തിൽ പറയും, ഞാൻ ആക്ച്വലി മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് ഭയം കൊണ്ടാണ് ഞാൻ മാറി നിന്നത്. പക്ഷേ അത് ശരിക്കും മണ്ടത്തരമായി പോയി. അതിന് പിക്കലോ പറയും, അത് മണ്ടത്തരമല്ല, അതാണ് ബുദ്ധി. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പോലും അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ കഴിഞ്ഞ ശക്തി പറഞ്ഞ് നിനക്ക് അവരെ ഒന്നും ചെയ്യാനാവില്ല. മാത്രമല്ല ഗോകുവിന് പോലും ഡോക്ടറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയിസൺ അഫക്റ്റ് ചെയ്ത് അവനിപ്പോ വളരെയധികം മോശം കണ്ടീഷനിലാണ്. സോ ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെ മോശമാണെന്ന് പറയും. അത് കേട്ട സൂപ്പർ ഹീറോ പയ്യൻ ആണെങ്കിൽ ഒരു വമ്പ ട്വിസ്റ്റ് കൊടുക്കും. ആക്ച്വലി ഫ്യൂച്ചറിൽ ഞാൻ ഫൈറ്റ് ചെയ്ത റോബോട്ട്സ് അത് ഇവറ്റകളെ പോലെ ഇത് ഇത്രയും പവർഫുൾ ആയിരുന്നില്ല. എനിക്ക് അവറ്റകളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ അവരുമായിട്ട് നല്ല രീതിയിൽ പോരാടിയിരുന്നു. പക്ഷേ ഇവരെ ഒന്ന് തൊടാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത് കേട്ട് പിക്കലോയും മാർഷൽ ആർട്സ് മാനോ ആണെങ്കിൽ ഒറ്റ സ്വരത്തിൽ പറയും, നമ്മൾ വെറുതെ സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം നമ്മൾ ഗോകുവിന്റെ അടുത്തേക്ക് പോകണം. എന്തെങ്കിലും ഉടനെ ചെയ്യണം. അതല്ലെങ്കിൽ വലിയ അപകടമാണ്. പിക്കലോ ആണെങ്കിൽ അവരോട് 3 പേരോടും ഗോകുവിന്റെ അടുത്തേക്ക് പോയി അവന് പവർ വീണ്ടെടുക്കുന്നത് വരെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ പിക്കലോയോട് പറയും, നീ എവിടേക്ക് പോകുന്നു? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടല്ലേ? നമ്മൾ ഒരു ടീമാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അത് കേട്ട് കലിയടക്കി പിക്കലോ ആണെങ്കിൽ വലിയൊരു പവർ ഇട്ട് അവിടെ അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വേറെ, ഞാൻ വേറെ. നിങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ച് ഈ ലോകത്തിന് തന്നെ കിങ്ങായി മാറുക എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവൻ കടന്നുപോകും. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കേട്ട് വണ്ടറടിക്കും. മൊട്ടപ്പനാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ക്യാഷ്വലായിട്ട് പറയും, ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ്. അവനിപ്പോ പോയിരിക്കുന്നത് കാമയുടെ അടുത്തേക്കാണ്. അവന് പവർഫുള്ളായ ആരെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ കാമയുടെ സഹായം ആവശ്യമാണ്. പിക്കലോയും കാമയും അവർ രണ്ടുപേരും കപ്പേരായി കഴിഞ്ഞാൽ വലിയൊരു ശക്തി പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ കൊണ്ടാവും. പിന്നെ അവരെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മൊട്ടപ്പനാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ചു പറയും, ആക്ച്വലി കാമ ഇതിന് അംഗീകരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ അംഗീകരിക്കുകയാണെങ്കിൽ അതൊരു വിപ്ലവം തന്നെയായിരിക്കും. നമുക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടും. അത് കേൾക്കുമ്പോൾ മാർഷൽ ആർട്സ് മാനും പ്രതീക്ഷ കൂടി വരികയാണ്. ഇവിടെ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ വിഷമിച്ച് അവന്റെ പപ്പയെക്കുറിച്ച് ചോദിക്കും. അതിന് മൊട്ടപ്പം പറയും, അവനല്ലെങ്കിലും ഒരു സൈക്കോ ആണ്. അവന് അവന്റെ വിജയം മാത്രമാണ് ഏറ്റവും വലുത്. നീ അദ്ദേഹത്തിന്റെ മകനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ബുൽമ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്ക്. അത് കേട്ട പയ്യൻ അവൻ ഞെട്ടും. അവന്റെയും ബുൽമയുടെയും മകനാണെന്ന് അറിയാത്ത ഒരേ ഒരാള് അത് വജീറ്റ മാത്രമാണ്. സോ നീ അത് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും വേഗം നമുക്ക് ഒരുമിച്ച് നിന്ന് അവരെ തോൽപ്പിക്കണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വജീറ്റയെ കാണിക്കും. നിങ്ങൾ എന്നെ കൊല്ലാതെ വിട്ടത് വലിയ മണ്ടത്തരമായി പോയി. നിങ്ങളെ കൊല്ലാനായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, എത്രയും വേഗം നമുക്ക് ഗോകുവിനെ ഒളിപ്പിക്കണം. ഗോകു വീണ്ടും ബാക്ക് ടു നോർമലായി വരാൻ എത്ര ദിവസം വേണ്ടിവരും?
അതിനാ സൂപ്പർ ഹീറോ പയ്യൻ പറയും, കൃത്യമായിട്ട് എനിക്കറിയില്ല, എങ്കിലും ഒരു 10 ദിവസം അത് ആവശ്യമായിട്ട് വരും. അത് കേട്ട് അവരെല്ലാവരും ഗോകുവെ ലക്ഷ്യമാക്കി പോകും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പിക്കലോ ആണെങ്കിൽ ഇപ്പൊ കാമയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാമയാണെങ്കിൽ പിക്കലോട് പറയും, കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ രണ്ടുപേരും ഒന്നിക്കേണ്ട സമയം എത്തിയെന്ന് മനസ്സിലാക്കുന്നു, ഞാനതിന് തയ്യാറാണ്, ഇനി നിന്റെ തീരുമാനം അത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ടെമ്പിളിലേക്ക് വരികയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ പിക്കലോയെ കണ്ട് ഞെട്ടി പുറകിലേക്ക് മാറും. ഉടനെ കാമെ മുൻപോട്ടേക്ക് കടന്നു വരികയാണ്. കാമയാണെങ്കിൽ പിക്കലോട് പറയും, എനിക്കറിയാം നീ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നതെന്ന്, ഞാനും നീയും തമ്മിൽ കൂടിച്ചേരാനുള്ള സമയമായി അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു തവണ നിന്റെ ഫാദറുമായിട്ട് ഞാൻ കൂടിച്ചേർന്നതാണ്. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല, നിങ്ങളുടെ പവർ അതെനിക്ക് ആവശ്യമുണ്ട്, എങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയൂ. അത് കേട്ട് ബ്ലാക്ക് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ ഇല്ല, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. അതിന് കാമയാണെങ്കിൽ ബ്ലാക്ക് മാനെ സമാധാനിപ്പിക്കും, ഇപ്പോഴത്തെ അവസ്ഥ അത് നീ കാണുന്നില്ലേ, ആ റോബോട്ട്സുകൾ ഭയങ്കര പവർഫുൾ ആണ്, നമുക്കാർക്കും അവനുമായിട്ട് ഒറ്റകളായിട്ട് അത്ര എളുപ്പത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. വെജീറ്റയുടെ മകൻ പരാജയപ്പെട്ടു, എടുത്തുചാട്ടക്കാരനായ വെജീറ്റയും അവരുടെ മുൻപിൽ തോറ്റുപോയിരിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ അവന്റെ പഴയ ആരോഗ്യം തിരികെ പിടിക്കണമെങ്കിൽ മിനിമം 10 ദിവസമെങ്കിലും വേണം. ഇതുവരെ ആരെ കൊണ്ടും ഒറ്റയ്ക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടി നിൽക്കാനായിട്ട് കഴിയില്ല. സോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്റെ പവർ അത് പിക്കലോയ്ക്ക് കൊടുത്തേ മതിയാവും, എങ്കിൽ മാത്രമേ അവരെ അല്പ ദിവസത്തേക്കെങ്കിലും തടഞ്ഞു വെക്കാൻ കഴിയൂ. പക്ഷെ അങ്ങനെ തരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. ആക്ച്വലി എന്തുകൊണ്ടാണ് ആ റോബോട്ട്സുകൾ എന്റെ ജീവൻ അതെടുക്കാതിരുന്നത്? അവർക്ക് പിന്നിൽ സത്യത്തിൽ നീയാണോ? മാത്രമല്ല വെജീറ്റയുടെ മകൻ അവൻ പറഞ്ഞിരുന്നു, അവൻ കണ്ടുമുട്ടിയ ആ റോബോട്ട്സുകൾ അത് ഇവറ്റകളല്ല എന്ന്. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ, എനിക്കതിന്റെ ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്റെ പവർ അത് ഇറക്കേണ്ട കാര്യമില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ആ റോബോട്ട്സുകളെ കാണിക്കും. അവറ്റകളാണെങ്കിൽ ഒരു കാർ അന്വേഷിച്ച് അങ്ങനെ പറന്നു പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് ഇപ്പൊ ആ നമ്പർ 17 അവനൊരു ട്രക്ക് കാണും. യാഹൂ, ഒടുവിൽ 3 പേർക്ക് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള വിശാലമായൊരു ട്രക്ക് തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്പർ 18 ആണെങ്കിൽ അവനോട് പറയും, നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നമുക്ക് ഇപ്രകാരം ഫ്ലൈ ചെയ്ത് പോയാൽ പോരെ. പക്ഷെ നമ്പർ 17 ആണെങ്കിൽ തീർത്തു പറയും, അയ്യോ പോരാ, നമ്മുടെ ഈ ഒരു ട്രിപ്പ് അത് കുറെ കൂടെ എൻജോയ്മെന്റ് ചെയ്യണം, മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, ഈ ഒരു ഗെയിം അത് ശരിക്കും ആസ്വദിച്ച് കളിക്കണമെന്ന് പറഞ്ഞ് അവർ 3 പേരും താഴേക്ക് വരും. ആ ട്രക്കിന്റെ ഓണേഴ്സ് ആണെങ്കിൽ അവിടെ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ആ റോബോട്ട്സ് അവര് ആ വണ്ടിയിലുണ്ടായിരുന്ന പാക്കറ്റ്സ് എല്ലാം താഴേക്ക് ഇടുകയാണ്. ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരുടെ പവർ കണ്ട് ആൾക്കും ഭയം തോന്നുകയാണ്. അവർ 3 പേരും ട്രക്കിൽ കയറി വാഹനം ഓടിച്ച് അവിടെ നിന്ന് കടന്നുപോകും. കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പനാൻ ടീം ഇപ്പോഴും ഗോകുവിന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാർഗമധ്യേ ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ഞാൻ കുഞ്ഞിപ്പയ്യൻ്റെ അടുത്തേക്ക് പോവാണ്, അവൻ അല്പം കൂടി ട്രെയിനിങ് കൊടുത്ത വലിയ പോരാട്ടത്തിൽ അവനെ കൊണ്ടും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, നിങ്ങൾ എത്രയും വേഗം ഗോകുവിനെ കണ്ട് അവനോട് ഓവർ ട്രെയിനിങ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമാധാനമായ ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റണം. മൊട്ടപ്പനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് മൊട്ടപ്പനും ആ സൂപ്പർ ഹീറോ പയ്യനും അവർ രണ്ടുപേരും ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഗോകുവിന്റെ അടുത്തേക്ക് പോകും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കുഞ്ഞിപ്പയ്യനെ തേടിയും പോകും. മൊട്ടപ്പനാണെങ്കിൽ ആ സൂപ്പർ ഹീറോ പയ്യനോട് ഇപ്പൊ ആ റോബോട്ട്സുകളെ കുറിച്ച് ചോദിക്കും, സത്യത്തില് അവര് ഭയങ്കര പവർഫുൾ ആണോ? അതിന് സൂപ്പർ ഹീറോ പയ്യൻ പറയും, അതെ, പക്ഷെ ഞാൻ കണ്ട റോബോട്ട്സ് അവർ ഇത്രയും പവർഫുൾ ആയിരുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ വീടിന്റെ അടുത്തേക്ക് വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ വീണ്ടും അവനോട് ചോദിക്കും, ആ റോബോട്ട്സുകളെ കൊല്ലാനായിട്ട് കഴിയില്ലേ, അവർക്ക് എറ്റേണൽ ലൈഫാണോ? അതിനവൻ പറയും, അതെ, അത്ര എളുപ്പത്തിൽ അവർ ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മൊട്ടപ്പൻ ഇപ്പൊ ഡോർ തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ചീച്ചിയാണെങ്കിൽ ശബ്ദം കേട്ട് പുറത്തേക്ക് ഡോർ അങ്ങനെ വലിച്ചു തുറക്കുകയാണ്. ഡോറാണെങ്കിൽ മൊട്ടപ്പന്റെ തലയിൽ ആഞ്ഞടിച്ച് അവിടെ 500ന്റെ ബൾബ് കത്തും. ശബ്ദം കേട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ പുറത്തേക്ക് വരും. ഹാവു, നിങ്ങളായിരുന്നോ? ഞങ്ങള് ഇവിടെ ഒരുപാട് വിഷമിച്ച് പേടിച്ച് കഴിയുകയായിരുന്നു. ഗോകു അവൻ ഇതുവരെ പൂർണ്ണമായിട്ടും ആയില്ല. ആ റോബോട്ട്സ് അവറ്റകൾ എവിടെ? ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? മൊട്ടപ്പനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവന് പറഞ്ഞു കൊടുക്കും. നമ്മൾ കരുതിയതുപോലെയല്ല ആ റോബോട്ട്സ് വളരെ പവർഫുൾ ആണ്. ഗോകു നോർമൽ ആവുന്നതുവരെ അവനെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾക്ക് ആർക്കും അനുഗ്രഹം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ജീവൻ നഷ്ടമായിട്ടില്ല. എത്രയും വേഗം നമുക്ക് ഗോകുവിനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഒരു ആംബുലൻസ് അവിടേക്ക് വിളിച്ച് അവരാണെങ്കിൽ ഗോകുവിനെ അതിലേക്ക് കയറ്റും. അടുത്ത നിമിഷം ഗോഹാൻ ആണെങ്കിൽ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ഗോഹാനെ കാണേണ്ട താമസം അവന്റെ അമ്മ അവനെ ഹഗ് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരവിടുന്ന് പോകാനായിട്ട് ത്തിലേക്ക് കയറും. അതേസമയം വെജീറ്റ അവനാണെങ്കിൽ ഭ്രാന്തനെ പോലെ വിളിച്ചു പറയും, ഞാനാണ് കിങ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ഇവിടെ റോബോട്ട്സ് ഗോകുവിനെ അന്വേഷിച്ച് കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നതോട് കൂടെ എപ്പിസോഡും അവസാനിക്കുന്നു.